നമസ്കാരം. ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്തേക്ക് പോകാൻ താല്പര്യം നിങ്ങൾക്കുണ്ടോ എങ്കിൽ 6 വർഷത്തിനകം അബുദാബിയിൽ നിന്ന് നേരിട്ട് ബഹിരാകാശത്തേക്ക് പറക്കാൻ അവസരമൊരുങ്ങുകയാണ്. സിയാറ്റിൻ ആസ്ഥാനമായുള്ള റേഡിയൻ എയ്റോസ്പേസ് കമ്പനിയുടെ സഹകരണത്തോടെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹൊറിസോണ്ടൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സൗകര്യമുള്ള പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വിമാനമാണ് വികസിപ്പിക്കുന്നത്. 2028 ആദ്യത്തെ സബ് ഓർബിറ്റൽ പരീക്ഷണ യാത്ര നടത്താനാണ് ലക്ഷ്യമിടുന്നത്. 2029 വർഷത്തിൽ ആദ്യത്തെ വിമാനം ഭ്രമണപഥത്തിൽ എത്തിക്കും. 2030 തന്നെ UAE-യിൽ നിന്ന് ബഹിരാകാശത്തേക്ക് സഞ്ചാരികളുമായി വാണിജ്യ വിമാനങ്ങൾ പറന്നുവരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണ ബഹിരാകാശത്തിൽ നിന്നും വ്യത്യസ്തമായി വെർട്ടിക്കൽ പാഡിന് പകരം റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്ന എയർക്രാഫ്റ്റ് ആണ് ഉപയോഗിക്കുക. 2270 കിലോഗ്രാം ചരക്കെത്തിക്കാനും 4540 കിലോഗ്രാം തിരികെ കൊണ്ടുവരാനും ഇതുവഴി സാധിക്കും. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി വിശ്രമിക്കാൻ പ്രത്യേക ലോഞ്ച് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി ഒരു ലോഞ്ച് സജ്ജീകരിച്ചിരിക്കുന്നത്. ടെർമിനൽ 2-ലാണ് ഈ പ്രത്യേക സംവിധാനം. അതുമാത്രമല്ല, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. വീൽചെയർ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ വിശ്രമസ്ഥലം, ഓട്ടിസം, കാഴ്ചാപരിമിതർ, ബധിരർ തുടങ്ങിയ ഭിന്നശേഷി വിഭാഗക്കാരായ സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. UAE-യിൽ സീസൺ മാറിയതോടെ എല്ലാ മേഖലകളും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ശൈത്യകാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജലഗതാഗത സേവനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ദുബായ് RTA. ഇതിന്റെ ഭാഗമായി ശൈത്യകാലത്ത് പ്രത്യേക ഷെഡ്യൂൾ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സർവീസുകളുടെ ആവശ്യകത, യാത്രക്കാരുടെ എണ്ണം എന്നിവ കണക്കാക്കിയാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദുബായ് ഫെറി, അബ്ര, ദുബായ് വാട്ടർ ടാക്സി എന്നിവ ഉൾപ്പെടെ എല്ലാ സമുദ്ര ഗതാഗത സർവീസുകളുടെയും വിവരങ്ങൾ ഇതിനായി വിശകലനം ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.